കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും വന്ദനം. നമുക്ക് ഈ വർഷത്തിന്റെ അവസാനം വരെ കാണുമാറാക്കിയ കർത്താവിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വിശ്വസ്തതയും അവന്റെ പരിപാലനത്തെയും ഓർത്ത് നമുക്ക് ദൈവത്തെ വീണ്ടും സ്തുതിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ചത് ദൈവരാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിലൊന്നാമത്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് മാനസാന്തരം അത്യാവശ്യമാണെന്ന് കണ്ടു. കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യം പ്രസംഗിച്ചുവെങ്കിലും ലിറ്ററലായ ദൈവരാജ്യം താൻ സ്ഥാപിച്ചില്ല. താൻ സ്ഥാപിച്ചത് ആത്മീയമായ ദൈവരാജ്യമാണ്. അത് അനുഭവിക്കുന്നവർ സഭയിൽ കൂടെ മാത്രമാണ്. ആ സഭയിൽ കൂടെയാണ് ഇന്ന് ദൈവരാജ്യത്തിന്റെ ആത്മീയമായ അനുഭവങ്ങൾ നാം അനുഭവിക്കുന്നത്. കർത്താവാണ് തന്റെ സഭ സ്ഥാപിച്ചത്. ഒന്നാം വരവിൽ അവൻ സഭ സ്ഥാപിച്ചെങ്കിൽ സഭയിൽ കൂടെ ദൈവരാജ്യത്തിന്റെ ശ്രേഷ്ഠത ലോകത്തെ അറിയിക്കുകയും രണ്ടാം വരവിൽ അവൻ യഥാർത്ഥ ദൈവരാജ്യം സ്ഥാപിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ദൈവരാജ്യത്തിന്റെ ആത്മീയ അനുഭവം പ്രാപിക്കണമെങ്കിൽ നാം ചർച്ചിലെ മെമ്പേഴ്സ് ആയിരിക്കണം. ആ ചർച്ച് കർത്താവിന്റെ ചർച്ചാണ്. കർത്താവ് കേന്ദ്രീകൃതമായ ചർച്ച ആയിരിക്കണം. അതാണ് ഇന്ന് ഞാൻ ചിന്തിക്കുവാനായി താല്പര്യപ്പെടുന്നത്. ആത്മീയമായ ദൈവരാജ്യം അനുഭവിപ്പാൻ നാം ചർച്ചിന്റെ ഭാഗമായിരിക്കണം. ആ ചർച്ചിന്റെ കേന്ദ്രബിന്ദു കർത്താവായിരിക്കണം. ആ കർത്താവാണ് സഭയിലെ ആൾക്കാർക്ക് അംഗത്വം കൊടുക്കുന്നത്. ഇതൊക്കെയും നമുക്കറിയാവുന്ന സംഗതിയാണെങ്കിലും ഒരു അടുക്കും ചിട്ടയോടും മാത്രം പറവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സഭ എന്ന് പറയുമ്പോൾ ഏതാണ് സഭ എന്ന് ഇന്ന് ലോകം ചോദ്യം ചോദിക്കും. ഒരുപാട് ഡിനോമിനേഷനുണ്ട്, ഒരുപാട് സംഘടനകളും സഭകളും പേരുള്ളതുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഏതാണ് സഭ എന്നൊരു ചോദ്യം. കർത്താവായ യേശു ക്രിസ്തുവിന്റെയാണ് സഭ. യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അപ്പോൾ സഭ ആരുടെയാണ്? ഞാൻ എന്റെ സഭയെ പണിയും. അപ്പോൾ സഭ കർത്താവിന്റെയാണ്, പണിയുന്നത് കർത്താവാണ്. ഈ സഭയെ ദൈവത്തിന്റെ സഭയെന്ന് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചിട്ടുണ്ട്. രണ്ടിടത്തും പൗലോസാണ് വിളിച്ചിരിക്കുന്നത്. ഒന്ന് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ താൻ എഫെസോസിലുള്ള മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് താന് അവിടെ നിന്ന് പോകുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നതിന് വേണ്ടി പറയുകയാണ്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിച്ചുകൊള്ളുകയും. കർത്താവ് വന്നു പണിത സഭ അത് ദൈവത്തിന്റെ സഭയാണ്. അത് പൗലോസ് വളരെ വ്യക്തമാക്കി പറയുകയാണ്. ഇനി ഒരു വാക്യം കൂടെ. ഇത് 20-28 അപ്പോസ്തല പ്രവൃത്തി. മറ്റേത് തിമോത്തിയോസിന് കത്തെഴുതുമ്പോൾ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, ദൈവസഭയിൽ എങ്ങനെ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ഞാൻ താമസിച്ചു പോയാൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയം നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടത്. അപ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയം. അപ്പോൾ സഭ എന്ന് പറയുന്നത് നാം ഈ കാണുന്നതൊന്നുമല്ല. സഭ എന്ന് പറയുന്നത് കർത്താവ് പണിത സഭ മാത്രമാണ് സഭ. അത് 3 വിധത്തിൽ സഭയുണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഒന്ന്, നിങ്ങൾ കർത്താവിന്റെ മന്ദിരമാണ്, നാം കർത്താവിന്റെ സഭയാണ്. മന്ദിരമെന്ന് പറഞ്ഞാൽ ടെമ്പിൾ എന്നേ ഉള്ളൂ, സഭ എന്നർത്ഥം. അപ്പം ഓരോ വ്യക്തികളും കർത്താവിന്റെ സഭയാണ്. 2, കർത്താവ് സഭയെ കണ്ടതുപോലെ
താൻ പഠിപ്പിച്ചതുപോലെ ഉള്ള സഭ. അതേതാണ്? രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയോട് ചേർത്തു എന്നാണ് വാക്യം. അല്ലാതെ എവിടെയും വരുന്നവരെ അല്ല. അത് നോക്കിക്കേ, 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 47-ാം വാക്യം. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ സഭയെന്ന് പറയുന്നത് കർത്താവ് ചേർക്കുന്നവരെയാണ് കർത്താവ് സഭയെന്ന് കാണുന്നത്. അപ്പോൾ നാം സഭയാണ്, ഒരു വ്യക്തി സഭയാണ്. കർത്താവ് ചേർക്കുന്ന രക്ഷിക്കപ്പെട്ടവർ കൂട്ടം സഭയാണ്. എന്തുകൊണ്ടാണ് കൂട്ടമെന്ന് ഞാൻ പറഞ്ഞത്? ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് യേശു തമ്പുരാൻ പറഞ്ഞ പദം ഗ്രീക്ക് പദത്തിൽ എക്കലീസിയ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ്, കലീസിയ എന്ന് പറഞ്ഞ കോൾഡ്. ഈ ലോകത്തിൽ നിന്ന്, ലോകക്കാരിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചവരുടെ കൂട്ടമെന്ന് അതിനർത്ഥം. കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടിട്ട്, പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട്, യേശുവിന്റെ സുവിശേഷം കേട്ട് കർത്താവിനാൽ വിളിക്കപ്പെട്ടവര്, രക്ഷിക്കപ്പെട്ട ആ ജനത്തെയാണ് സഭയെന്ന് പറയുന്നത്. അല്ലാതെ നാം ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിയാകുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. വീണ്ടും ജനിക്കണം, യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കണം, മാനസാന്തരപ്പെടണം എന്നൊക്കെയാണ് പല പദങ്ങളിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാനസാന്തരപ്പെട്ട് കർത്താവിനെ അംഗീകരിക്കാൻ, വീണ്ടും ജന അനുഭവം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക എന്നൊക്കെയുള്ള പദങ്ങളാണ് ഈ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചത്. എന്താണ് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? 2-ാം മരണത്തിൽ നിന്ന് ഉള്ള രക്ഷയാണ്. കാരണം പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപം തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും ആദ്യം ആത്മീയ മരണവും പിന്നെ ശാരീരിക മരണവും, 3-ാമത് ദൈവത്തിൽ നിന്ന് എന്നേക്കുമായിട്ടുള്ള വേർപാടായ സെക്കൻഡ് മരണവും സംഭവിക്കും. അപ്പോൾ ആ മരണത്തിൽ നിന്നുള്ള രക്ഷയാണ്, 2-ാം മരണത്തിൽ നിന്നുള്ള രക്ഷയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. കർത്താവിനോട് വസിക്കുവാൻ, അവന്റെ ശരീരത്തിന്റെ ഭാഗമായ സഭയാകുവാൻ ദൈവം വിളിച്ചു വേർതിരിച്ച കൂട്ടത്തെയാണ് സഭയെന്ന് പറയുന്നത്. 3-ാമത് ലോകത്തിലുള്ള രക്ഷിക്കപ്പെട്ടവരുടെ എല്ലാ സംഖ്യയുമാണ് സഭ. സകല ജാതികളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ രക്ഷിക്കപ്പെട്ട് യേശുവിനെ കർത്താവെന്ന് അംഗീകരിച്ചവരുടെ കൂട്ടം. അത് സർവ്വലോകത്തിലുമുള്ള യൂണിവേഴ്സൽ ചർച്ച്. അപ്പോൾ സഭയെന്ന് പറയുന്ന ഞാനാണ്. സഭയെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. സഭയെന്ന് പറയുന്നത് ലോകം മുഴുവൻ ആസകലമായി കർത്താവിന്റെ രക്തത്തിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ച ഏത് ഡിനോമിനേഷനിലുള്ളവരും സഭയുടെ ഭാഗമാണ്. രക്ഷിക്കപ്പെട്ട് കർത്താവ് സഭയെ ചേർത്തവരുടെ ഭാഗം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉദിക്കും. ക്രിസ്തു സെന്റേഡ് സഭയാണ് സഭ എന്ന് വെച്ചാൽ, അവിടേക്ക് ഞാൻ വരാം. ഈ കൊരിന്ത്യ ലേഖനത്തിൽ പൗലൂസ് വളരെയധികം ശക്തമായി ഡിവിഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവിന്റെ ആത്മാവിൽ പൗലൂസ് പറഞ്ഞു ക്രിസ്തു വിഭാജിക്കപ്പെട്ടിട്ടില്ല, ആരും ക്രൂശിക്കപ്പെട്ടിട്ടുമില്ല. യേശുവിന്റെ രക്തത്താലാണ് വീണ്ടെടുപ്പ്. അതുകൊണ്ട് പൗലൂസ് പറയുന്നു, ഒരു കൂട്ടം ജനങ്ങൾ പൗലൂസിന്റെ പക്ഷക്കാരായി നിന്നു, വേറൊരു കൂട്ടർ അപ്പല്ലോസിന്റെ പക്ഷക്കാരായി നിന്നു, വേറൊരു കൂട്ടർ പത്രോസിന്റെ പക്ഷക്കാരായി നിന്നു, ഒരു കൂട്ടര് യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരായി നിന്നു. അങ്ങനെ 4 ഗ്രൂപ്പിനെ കൊരിന്ത്യ സഭയിൽ കണ്ടു. അപ്പോൾ 4നെയും പൗലൂസ് റിജക്ട് ചെയ്തു. ഓരോരുത്തരും ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കി. യേശുവിന്റെ ഗ്രൂപ്പിനെയും അവിടെ പറയുന്നത് കേട്ടാൽ പൗലൂസ് പറയാണ്, നിങ്ങൾ ഓരോരുത്തരും ഒരു ഗ്രൂപ്പിസം ഉണ്ടാക്കി. യേശുവിന്റെ പേര് പറയുന്നതേ ഉള്ളൂ. യേശുവിന്റെ പേര് പറയുന്നവർക്ക് ഗ്രൂപ്പിസം ഉണ്ടാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് പൗലൂസ് അങ്ങനെ ചെയ്യുന്നത്.
യേശുക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ ഗ്രൂപ്പിസം അവിടെ ഇല്ല. അപ്പോൾ അത് പൗലോസ് ആകട്ടെ, പത്രോസ് ആകട്ടെ, അപ്പല്ലോസ് ആകട്ടെ, ഇവന് യേശുവിന്റെ പേര് പറഞ്ഞ് ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഒരുപാട് സഭകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു സഭയായാലും അത് സഭയാകത്തില്ല. പിന്നെ എങ്ങനെയാണ് സഭ? ക്രിസ്തു കേന്ദ്രീകൃതമായ യേശുവിനെ തലയാക്കുന്ന സഭ. വേദപുസ്തകത്തിൽ വളരെ ശക്തമായി യേശുവാണ് സഭയുടെ തലയെന്ന് വളരെ വ്യക്തമായി പല വാക്യങ്ങളിലും നാം വായിക്കുന്നുണ്ട്, അല്ലേ? അത് കൊലോസ്യർ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലും, എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-23-ലും, എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ക്രിസ്തു സഭയുടെ തലയായിരിക്കുന്ന പോലെ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ തലയാകുന്നു എന്ന് പറയുന്ന ഭാഗവും എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 26 മുതൽ വാക്യങ്ങളിൽ നാം കാണുന്നു. അപ്പോൾ ക്രിസ്തുവാണ് തല. അത് പോപ്പല്ല, അത് ബിഷപ്പുമാരല്ല, അത് പാസ്റ്റർമാരല്ല, പ്രസിഡന്റുമാരല്ല, ആരുമല്ല. ക്രിസ്തുവാണ് ദൈവസഭയുടെ തല. അതിന് വ്യത്യസ്തമായി ആരെങ്കിലും പഠിപ്പിച്ചാൽ അത് പത്രോസ് അല്ലെന്നും, അത് പൗലോസ് അല്ലെന്നും, അത് അപ്പല്ലോസ് അല്ലെന്നും പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞപ്പോൾ ഇന്ന് ഈ കാണുന്ന തലകളൊന്നും സഭയുടെ തലയല്ല, അത് ആ ഡിനോമിനേഷന്റെ തലയാണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ തലയാണ്, അല്ലാതെ സഭയുടെ തലയല്ല. അപ്പോൾ വ്യക്തിയുടെ കെയർ ഓഫിൽ സഭ അറിഞ്ഞപ്പെട്ടാൽ ആ സഭ എവിടെയോ എന്തോ നഷ്ടപ്പെട്ട ഒരു സഭയാണ്. കർത്താവിനാണ് സകല മഹത്വവും കടന്നു വരേണ്ടത്. അതുകൊണ്ട് നാം ഒരു മനുഷ്യനെയും തലയായി ഉയർത്താൻ പാടില്ല. അങ്ങനെ അവർ വിചാരിക്കുന്നുവെങ്കിൽ, അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മാനുഷികമായ സംഘടനയുടെ ഹെഡായി അവർ വസിക്കുന്നു എന്നല്ലാതെ വേറെ യാതൊരു പ്രാധാന്യവും അവർക്കില്ല. അപ്പോൾ കർത്താവിനെ കേന്ദ്രീകരിച്ചുണ്ടാക്കുന്ന സഭയുടെ തല. ആ കർത്താവ് തന്നെയാണ് ഈ സഭയുടെ അടിസ്ഥാനവും, അല്ലാതെ വേറെ ആരുമല്ല. കർത്താവ് തന്നെയാണ് ആ സഭയുടെ അടിസ്ഥാനം. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരടിസ്ഥാനവും പാടില്ല. യേശുവാണ് അതിന്റെ കോർണർ സ്റ്റോൺ എന്ന് എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശു തമ്പുരാനാണ് ഈ സഭയുടെ അടിസ്ഥാനം. യേശു തമ്പുരാനാണ് ഈ സഭയെ എന്താണെന്നും ഏതാണെന്നും തീരുമാനിക്കുന്നത്, അല്ലാതെ നമ്മളുടെ അധികാരികളല്ല, മനുഷ്യരല്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്റെ അപ്പോസ്തോല ശുശ്രൂഷ എന്നുള്ളത് മനുഷ്യനാലുമല്ല, മനുഷ്യനിൽ നിന്നുമല്ല, ദൈവത്തിൽ നിന്നും അവന്റെ പുത്രനായ ക്രിസ്തുവിൽ നിന്നും അത്രേ പ്രാപിച്ചത്. അപ്പോൾ നമ്മൾക്ക് എന്തില്ല? ഒരു തല, സഭയുടെ തല ഇന്ന് ലോകത്തിൽ ഭൂമിയിലില്ല. ആര് പറഞ്ഞാലും അത് വേദവിപരീതമാണ്, അല്ലാതെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല. അപ്പോൾ ക്രിസ്തുവിന്റെയാണ് സഭ, അതിന് ദൈവസഭ എന്ന് വിളിക്കുന്നു. അതിനെ പണിയുന്നത് കർത്താവാണ്, അതിന്റെ അടിസ്ഥാനം കർത്താവാണ്, അതിന്റെ തല കർത്താവാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ക്രിസ്തു തന്നെയാണ് ഈ സഭയുടെ മെസ്സേജും. നോക്കിക്കേ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് ഈ ലോകത്തിന്റെ പല കാര്യങ്ങളുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരാമായിരുന്നു, പക്ഷെ ഞാൻ കടന്നു വന്നില്ല, ക്രിസ്തുവിനെ മാത്രം അറിയുന്നവനായി. അവിടെ എഴുതിയിരിക്കുകയാണ്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അതെന്താ?
ഈ ലോകത്തിന്റെ യാതൊരു വിധമായ കാര്യവുമല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് ഇതിന്റെ കേന്ദ്രബിന്ദു. അത് മാത്രമാണ് അതിനകത്തെ പ്രാധാന്യം, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് തർക്കമില്ലാതെ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുകയാണ്. അവനാണ് എല്ലാം എല്ലാം എന്ന് വെച്ചാൽ എന്താ? അവനാണ് നമ്മൾക്ക് ദൈവ രാജ്യം ആത്മീയമായി അനുഭവിപ്പാൻ നമ്മൾക്ക് ഭാഗ്യം നൽകി നമ്മെ കർത്താവിലേക്ക് ആകർഷിച്ചു വിളിച്ച് സഭയുടെ ഭാഗമാക്കി വെച്ചപ്പോൾ എന്താണ് നമ്മുടെ വചനം? എന്റെ പ്രാധാന്യം ഒരു പ്രാധാന്യവുമില്ല. നമ്മുടെ ലോജിക്കോ നമ്മുടെ വചനമോ അല്ല. കർത്താവ് പറഞ്ഞു, എന്റെ വചനത്തിൽ കേട്ട് അത് പ്രമാണിക്കുന്നവനാണ് എന്റെ അടിസ്ഥാനമുള്ളവൻ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24 മുതൽ ബുദ്ധിയുള്ള മനുഷ്യനെ കമ്പയർ ചെയ്തിട്ട് പറയാണ്, എന്റെ വചനം കേട്ട് അതനുസരിക്കുന്നവൻ ബുദ്ധിയുള്ള മനുഷ്യൻ, അവൻ നിലനിൽക്കും. നമുക്ക് ഒരുപാട് വേദപുസ്തകത്തിൽ വാക്യം ഇതൊക്കെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. യേശു പറഞ്ഞു, എന്റെ വചനം നിങ്ങളിൽ നിലനിന്നാൽ നിങ്ങൾ സാക്ഷാൽ ശിഷ്യന്മാർ. യോഹന്നാന്റെ സുവിശേഷം 8:31. എന്നിട്ട് സ്വർഗാരോഹണം ചെയ്യാൻ നേരത്ത് പറഞ്ഞു, നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കി ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ പഠിപ്പിച്ച് ശിഷ്യരാക്കാൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ കർത്താവ് പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചതൊക്കെയും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുമെന്ന്. അപ്പോൾ യേശുവിന്റെ വചനമാണ് സഭയുടെ അടിസ്ഥാനപരമായ എല്ലാ ഉപദേശങ്ങളും, എല്ലാ കാര്യങ്ങളും. യേശുവാണ് നമ്മുടെ മോഡൽ. യേശുവിനെ നോക്കുവാനാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. യേശുവാണ് അപ്പോസ്തലനിൽ ജീവിക്കുന്നതെന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. തന്നിൽ പ്രകടമാകുന്ന സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ ഒരുത്തർക്കും കഴിയുകയില്ല. ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വേണം. ക്രിസ്തുവിന്റെ സ്നേഹമായിരിക്കണം നാം കാണിക്കേണ്ടത്. ക്രിസ്തുവിന്റെ വചനത്തിലാണ് നാം നിലനിൽക്കേണ്ടത്. ക്രിസ്തു അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറവാനോ ചിന്തിക്കുവാനോ ആത്മീയത്തിലില്ല. ഈ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പൗലോസ് എടുത്തു പറയുന്നു. നമ്മുടെ ലാസ്റ്റ് നെയിം ക്രിസ്തുവാണ്. കാരണം നമ്മുടെ തല ക്രിസ്തു ആയിരിക്കുന്നത് കൊണ്ട് ഒരു ഭാര്യയ്ക്ക് ലാസ്റ്റ് നെയിം കിട്ടുന്നത് പോലെ സഭയുടെ ലാസ്റ്റ് നെയിം ക്രിസ്തുവാണ്. അതെങ്ങനെ അറിയാം? യോഹന്നാന്റെ സുവിശേഷത്തിൽ പലയിടങ്ങളിൽ കർത്താവ് പറയുന്നു, ഇത്രയും നാളും നിങ്ങൾ എന്റെ നാമത്തിലൊന്നും അല്ല പറഞ്ഞത്, എന്റെ കെറോഫിൽ വാ പിതാവിന്റെ അടുക്കൽ. 16:24 അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവോളം നിങ്ങൾക്ക് ലഭിക്കും. 14-ാം അധ്യായത്തിന്റെ 13 മുതൽ ഉള്ള വാക്യങ്ങളിൽ കർത്താവ് പറയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രൻ ബഹുത്വപ്പെടേണ്ടതിന് ചെയ്തു തരും. അപ്പോൾ നമ്മുടെ ക്രെഡിബിലിറ്റി യേശുവിന്റെ നാമമാണ്, വേറെ ഒരു നാമവും ഇല്ല. രക്ഷിക്കപ്പെടുവാൻ വേറെ നാമമില്ല, നമുക്ക് പിതാവിന്റെ അടുക്കൽ ചെല്ലുവാൻ വേറെ നാമമില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നെ കൂടാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകുന്നില്ല. അപ്പോൾ പിതാവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ, നമ്മൾക്ക് എന്തെങ്കിലും ലഭിക്കുവാൻ, നമ്മുടെ കർത്താവിനെ തലയായി അംഗീകരിച്ച് ലാസ്റ്റ് നൈൻ ആണ് യേശുവിന്റെ നാമത്തിലുള്ള ഒരു പ്രവേശനമാണ് നമുക്കുള്ളത്. അല്ലാതെ നമുക്ക് സ്വയമായി ഒന്നും മെറിറ്റായി കാണിക്കുവാൻ നമുക്കില്ല. യേശുവിന്റെയാണ്. യേശു കേന്ദ്രീകൃതമെന്ന് പറഞ്ഞാൽ സകലതും യേശുവാണെന്നർത്ഥം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ ചർച്ച എന്തിനു വേണ്ടി നിൽക്കുന്നു? എഫെസ്യ ലേഖനത്തിലേക്ക് പോകാം. 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ
അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണെന്നൊന്ന് നോക്കാം. നാം എന്തു ചെയ്താലും അതെന്തിനു വേണ്ടിയാണെന്ന് നമ്മുടെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പറയാണ്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ സഭയിലും ക്രിസ്തുവിലും എന്നേക്കും തലമുറയുടെ മഹത്വം ഉണ്ടാകട്ടെ. എന്താ അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ ദൈവത്തിനും ക്രിസ്തുവിനും മഹത്വം ഉണ്ടാക്കുക എന്നുമാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ സഭയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഉദ്ദേശം വേറെ ഒന്നും ആയിരിക്കാൻ പാടില്ല. അത് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണമെന്ന്. അല്ലാതെ നമ്മുടെ മഹത്വത്തിന് വേണ്ടി ആകരുത്. അതാണ് ഇന്ന് നാം ലോകത്തിൽ കാണുന്നത്. നോക്കൂ, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിട്ടില്ല, ക്രിസ്തു മാത്രമാണ് നമ്മുടെ തല എന്ന് കാണിപ്പാൻ പൗലോസ് വളരെ ശക്തമായി കൊരിന്ത്യരോട് പറയുന്നു. പിന്നെ സ്ഥലത്തിനും പ്രാധാന്യമില്ല. ഇന്ന സഭയ്ക്കും ഒരു പ്രാധാന്യവും വേദപുസ്തകത്തിലില്ല. പ്രാധാന്യം ഉണ്ടാകണമെങ്കിൽ യെരൂശലേം സഭയ്ക്കാണ് പ്രാധാന്യമുണ്ട്, റോമിനോ അന്ത്യോക്യയോ അല്ല. കാരണം യേശു പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ പാർത്ത് പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. അവിടെയാണ് ആദ്യത്തെ സഭ തുടങ്ങുന്നത്. അവിടെ നിന്നാണ് സഭ യെരൂശലേമിൽ നിന്ന് യഹൂദ്യയിലും, യഹൂദ്യയിൽ നിന്ന് ശമരിയയിലും, ശമരിയയിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. റോമാണ് സഭയുടെ ഹെഡ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. അപ്പോസ്തലന്മാരാൽ സ്ഥാപിച്ച ഒരു സഭയല്ലത്. 2, ആന്തിയോക്ക് അപ്പോസ്തലന്മാരാൽ സ്ഥാപിച്ച ഒരു സഭയല്ലത്. അത് ചിതറിപ്പോയവർ പോയി സ്ഥാപിച്ച ഒരു സഭയാണ്. അവിടെ ബർന്നബാസ് ചെന്നുടനെ എന്തോ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കാനാ പറഞ്ഞത്, അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്തേലും ആകാനായിട്ടല്ല. ബർന്നബാസ് അവിടെ ചെന്നു. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, അവൻ ചെന്ന് ദൈവകൃപ കണ്ടു സന്തോഷിച്ചു, എല്ലാവരെയും ഹൃദയത്തോട് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ കോട്ടം പ്രബോധിപ്പിച്ചു. ആരോട് ചേർന്ന് നിൽക്കണം? തുടങ്ങിയവരോടല്ല, സ്ഥാപക നേതാക്കന്മാരോടല്ല, ബർന്നബാസിനോടല്ല, അപ്പോസ്തലന്മാരോടല്ല, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ പറഞ്ഞു. അത് അന്ത്യോക്യയിലെ സഭയാണ്. അന്ത്യോക്യ സഭ തുടങ്ങിയത് പൗലോസ് അല്ല, ബർന്നബാസ് അല്ല, പത്രോസ് അല്ല, ഒരു അപ്പോസ്തലനുമല്ല. അവിടെ സിംഹാസനമുണ്ടെന്നും റോമിൽ സിംഹാസനമുണ്ടെന്നും ഇവർ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരർത്ഥം വേണ്ടേ? പത്രോസ് സ്ഥാപിക്കുകയോ പൗലോസ് സ്ഥാപിക്കുകയോ എന്തെങ്കിലും വേണ്ടേ? തോമാസ് സഭ പത്രോസ് അല്ല സ്ഥാപിച്ചത്. പത്രോസ് അവിടെ പോയി എന്നുള്ളത് ഐതിഹ്യം, പിന്നെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ടും ഒക്കെയാണ്. അല്ലാതെ വേദപുസ്തകത്തിൽ അതിന് തെളിവില്ല. അവിടെ ആയിരിക്കാം ക്രൂശിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കാം, പക്ഷെ താൻ സ്ഥാപിച്ചിട്ടില്ല. പൗലോസ് പോലും ആ സഭയിൽ പോയിട്ടില്ല. അവിടെ പോകണമെന്ന് റോമാലേഖനത്തിൽ താൻ ആഗ്രഹിക്കുന്നതേ. അപ്പോൾ ആരോ സാധാരണക്കാരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ് റോമയിലെ സഭയും, അതുപോലെ തന്നെയാണ് അന്ത്യോക്യ സഭയും. അതുകൊണ്ട് അതിനൊരു പ്രാധാന്യവുമില്ല ആ സ്ഥലത്തിന്. ഇന്ന് ഒരുപാട് സ്ഥലങ്ങൾക്ക് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ സ്ഥാനമുണ്ട്. കുമ്പനാട്, കൊട്ടാരക്കര, മുളക്കര, പുനലൂര്, ഇതിനൊന്നും ഒരു പ്രാധാന്യവുമില്ല. ഇതെല്ലാം പൗലോസിന്റെ പക്ഷവും പത്രോസിന്റെ പക്ഷവും പിന്നെ മറ്റ് പച്ചക്കാരായ ആൾക്കാരെ പോലും മാത്രമേ, അല്ലാതെ വേറെ ഒരു അർത്ഥവും അതിനില്ല. അത് കൊരിന്ത്യയിലെ അപ്പൊല്ലോസിന്റെയും പൗലോസിന്റെയും പത്രോസിന്റെയും ഗ്രൂപ്പ് പോലും മാത്രമേ ഉള്ളൂ. അതിന് ഒരു പ്രാധാന്യവുമില്ല. ഇതൊക്കെ പിശാച് ആ മനുഷ്യനെ വലുതാക്കുവാൻ ഹെരോദാവ് തന്നെത്താൻ ദൈവത്തിന് മഹത്വം എടുക്കുന്നത് പോലെ എടുക്കുന്ന പ്രക്രിയ എന്നല്ലാതെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു വാക്കില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ, ദൈവരാജ്യത്തിന്റെ
ആത്മീയമായ അനുഭവം അനുഭവിക്കുന്നത് ദൈവസഭയിൽ കൂടെയാണ്. ആ ദൈവസഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെ രക്ഷിക്കപ്പെട്ട് കർത്താവ് സഭയോട് ചേർത്ത വ്യക്തികളിലാണ് ദൈവാത്മാവിന്റെ പ്രവർത്തനമുള്ളത്. അല്ലാതെ നാം കാണുന്ന ഗ്രൂപ്പുകളിലല്ല, ഡിനോമിനേഷനല്ല, സഭകളിലല്ല. അതുകൊണ്ടാണ് കർത്താവ് ലവോദിക്ക സഭയോട് പറയുന്നത്, എന്ത്? എന്നോട് കൂട്ടായ്മ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ അടുക്കൽ വരുന്നവൻ വ്യക്തിപരമാണ്, അവനും ഞാനുമായി അത്താഴം കഴിക്കും, കൂട്ടായ്മ കഴിക്കും. ഗ്രൂപ്പിലൊന്നുമില്ല. അതാണ് യൂതന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന്. യോഹന്നാൻ സ്നാപകം വിളിച്ചു പറഞ്ഞു, അബ്രഹാം നിങ്ങൾക്ക് പിതാവുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ദൈവത്തിന് കല്ലുകളിൽ നിന്നും മക്കളെ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് മാനസാന്തരത്തിന് തക്ക ഫലം കായ്ക്കുന്നതാണ്. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് യാതൊരു വിശേഷവുമില്ല. യഥാർത്ഥത്തിൽ മക്കളാകുന്നവർക്കും മാത്രമേ, യേശുക്രിസ്തുവിൽ കൂടെ സഭയുടെ അംഗമാകുന്നവർക്കും മാത്രമേ എന്തുള്ളൂ, ഈ ദൈവരാജ്യത്തിന്റെ ആത്മീയ അനുഭവങ്ങൾ അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന് മഹത്വം കരയട്ടെ, സകല മഹത്വവും ദൈവത്തിനുണ്ടാകുന്ന വിധത്തിൽ ചിന്തിക്കുന്നിടത്താണ് ക്രിസ്തു കേന്ദ്രീകൃതമായ സഭ എന്ന് നമുക്ക് പറയുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ കർത്താവാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്, കർത്താവാണ് അതിന്റെ തല, കർത്താവാണ് അതിന്റെ ഫൗണ്ടേഷൻ, കർത്താവിന്റെ നാമത്തിലാണ് നമ്മുടെ കാര്യം, കർത്താവ് സംസാരിച്ചതും കർത്താവുമാണ് നമ്മുടെ മെസ്സേജ്. അതുകൊണ്ട് നമുക്ക് ഈ സഭയിൽ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നാമേ ഈ കർത്താവ് എന്ത് നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മതി. ഈ കർത്താവ് ആരാണ്? കർത്താവാണ് ഈ ദൈവരാജ്യത്തിന്റെ രാജാവ്. കർത്താവാണ് അപ്പോൾ നിയമമുണ്ടാക്കുന്നത്, അല്ലേ? നിയമം ഉണ്ടാക്കുന്നത് രാജാവാണ്. അവനാണ് രാജാവെന്ന് യേശു തന്നെ പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്റെ രാജ്യം ഇവിടെ അല്ല, ഐഹികമല്ല. അപ്പോൾ പിലാത്തോസ് ചോദിക്കുന്നു, നിനക്ക് രാജ്യമുണ്ട്? യെസ്, എനിക്ക് രാജ്യമുണ്ട്. അവൻ രാജാവായി ജനിച്ചു എന്ന്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവന്റെ നക്ഷത്രം ഞങ്ങൾ കണ്ടെന്ന് വിദ്വാൻമാര് പറയുന്നു. അവനൊരിക്കൽ യെരൂശലേമിൽ അവസാനമായി പോയപ്പോൾ രാജാവിന് ഹോസന്ന പാടുന്ന വാക്യം നിവർത്തിച്ചുവെന്ന്, സെഖരിയാ പ്രവചനത്തിൽ നിന്നുള്ളത് നിവർത്തിച്ചുവെന്ന് സുവിശേഷങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നു. അപ്പോൾ അവൻ ഇവിടെ രാജാവായി വിളങ്ങിയില്ലെങ്കിലും അവൻ രാജാവായി, രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന് അവന്റെ നെറ്റിവേൽ ഒരു പേരുണ്ട് എന്ന് വെളിപ്പാടിൽ നമുക്ക് കാണുന്നു. അവൻ രാജാതി രാജാവായി പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അവൻ രാജ്യം സ്ഥാപിക്കും. എന്നാൽ ഇന്ന് താൻ പഠിപ്പിച്ച പ്രാർത്ഥന, നിന്റെ ഹിതം സ്വർഗത്തിലെപ്പോഴും ഭൂമിയിലും ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥന യാഥാർത്ഥ്യമാകുന്ന സഭയിൽ. ഏത് സഭയിൽ? ക്രിസ്തു കേന്ദ്രീകൃതമായ സഭയിൽ, എന്നിൽ, നിങ്ങളിൽ. അത് ഡിനോമിനേഷൻ അല്ല, അത് സംഘടനയല്ല, അത് കർത്താവിന്റെ രക്തത്തിൽ വിശ്വസിച്ച് യേശു ക്രിസ്തു വിളിച്ചു വേർതിരിച്ചവരുടെ കൂട്ടം. അല്ലാതെ നാം ഇന്ന് കാണുന്ന ഈ ഡിനോമിനേഷനിലൊക്കെ ആൾക്കാർ കാണും രക്ഷിക്കപ്പെട്ടവർ. എന്നാൽ ഒരുപാട് പേരെ കർത്താവിന്റെ സഭയുടെ ഭാഗമല്ല താൻ. അവരൊക്കെ സ്നാനപ്പെട്ടവരായിരിക്കാം. ഒരുപാട് പേരെ പെന്തക്കോസ്തുകാരെ ആഭരണം മാറ്റി ഞങ്ങളുടെ കൂടെ വന്ന് സ്നാനപ്പെടാൻ പറഞ്ഞ് സ്നാനപ്പെടുത്തിയവരുണ്ട്. രോഗം മാറിയതുകൊണ്ട്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി ഒക്കെയുണ്ട്. അവരൊക്കെ പെന്തക്കോസ്തുകാരായിരിക്കാം, ദൈവസഭയുടെ ഭാഗമായിരിക്കണമെന്നില്ല. ദൈവസഭയുടെ ഭാഗം രക്ഷിക്കപ്പെട്ട് കർത്താവ് സഭയോട് ചേർത്തവരാണ്. രക്ഷിക്കപ്പെടുന്നതാണ് അതിന്റെ അടിസ്ഥാനപരമായ
ആദ്യത്തെ നടപടി. പിന്നെ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു സ്നാനപ്പെടുന്നു. അത് കുഞ്ഞുങ്ങളെ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ല. യേശുവിനെ അങ്ങനെ ചെയ്തില്ല. അപ്പോസ്തലന്മാർ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഏതോ വാക്യങ്ങളുടെ മറിയ ജോസഫും യേശു തങ്ങളോട് കൂടെയുണ്ടെന്ന് ഊഹിച്ചുകൊണ്ട് നടന്നതുപോലെ കുടുംബം അവര് മൊത്തം കുടുംബമായി സ്നാനപ്പെട്ടു എന്ന് പറയുന്ന വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഊഹാപോഹങ്ങളുടെ മുകളിൽ കാണിച്ചു കൂട്ടുന്ന പ്രക്രിയയാണ്. അല്ലാതെ വേദപുസ്തകത്തിൽ സ്പെസിഫിക്കായി പറയുന്ന ഒരൊറ്റ വാക്യമില്ല കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തിയതായി. അവർ വീടടക്കം വിശ്വസിച്ചു സന്തോഷിച്ചു എന്ന് അതിന്റെ അടുത്ത വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുമ്പോൾ വിശ്വസിക്കുവാനും സന്തോഷിക്കുവാനും കഴിയുന്നവരായിരിക്കണമെന്നുള്ള കോമൺ സെൻസ് എങ്കിലും ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത് ഡിനോമിനേഷന്റെ ഭാഗമാക്കുവാൻ ചെയ്യുന്നതിന് ഒരു കുഴപ്പവുമില്ല. അല്ല, ഞങ്ങളുടെ ഡിനോമിനേഷനിൽ സ്നാനം ആവശ്യമാണ്. അത് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. ഞങ്ങളുടെ എന്ത് ഡിനോമിനേഷന്റെ ഭാഗമാക്കാൻ അവർക്ക് ചെയ്യാം. പക്ഷെ ദൈവസഭയുടെ ഭാഗമാകുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതൊരു മരണം പോലെ, അടക്കം പോലെ, ഉയർത്തെഴുന്നേൽപ്പ് പോലെയാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിനോട് ചേരുന്ന സ്നാനപ്പെട്ടവർ അവന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്നു. അപ്പോൾ അതൊരു മരണത്തോടും അടക്കത്തോടും അതൊരു പുറത്തേക്ക് വരുന്നത് പോലും ഉള്ള അനുഭവം ആയിരിക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് യേശു വെള്ളത്തിൽ ഇറങ്ങി, യേശു വെള്ളത്തിൽ നിന്ന് പൊങ്ങി. ഫിലിപ്പോസിനോട് ശരണം ചോദിക്കുന്നു, ഇവിടെ വെള്ളമുണ്ട്, സ്നാനപ്പെടുന്നതിന് എന്ത് തടസ്സം? ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത് യോഹന്നാൻ സ്നാനപ്പെടുത്തിയത് മരുഭൂമിയിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ടല്ല, യോർദാൻ നദിയിലായിരുന്നു. യേശു വെള്ളത്തിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. ഫിലിപ്പോസും ആശന്നനെ സ്നാനപ്പെടുത്തിയ ഇരുവരും വെള്ളത്തിൽ ഇറങ്ങിയാണെന്ന് നാം വായിക്കും. അപ്പോൾ ദൈവസഭയുടെ ഭാഗമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അതെടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ എന്താ ദൈവരാജ്യത്തിന്റെ ആത്മീയ അനുഭവം അനുഭവിക്കുവാൻ വിളിച്ചു വേർതിരിച്ച കർത്താവ് ആരംഭിച്ച സഭയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു ഡിനോമിനേഷന്റെയും ഉപദേശമല്ല ഞാനിവിടെ പറയുന്നത്. അപ്പോ ഈ കർത്താവിൽ കൂടെ അല്ലാതെ വേറെ രക്ഷയില്ലെന്ന് അതുകൊണ്ട് അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞു. ബഹുനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ മാന്യനായ നല്ല സ്ഥാനത്തിലിരിക്കുന്ന മനുഷ്യൻ വിളിച്ചു ചോദിക്കുകയാണ്, രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അത് കഴിഞ്ഞുകൊണ്ട് രാത്രിയിൽ തന്നെ അവരെ സ്നാനപ്പെടുത്തി എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ധൃതി നോക്കിക്കോണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവരങ്ങനെ ചെയ്തുവെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്തും ചെയ്യാം, അതിനെ ന്യായീകരിക്കാം, ഊഹിച്ച് ഉറപ്പിക്കാം. പക്ഷേ വേദപുസ്തകത്തിൽ സ്പെസിഫിക്കായി പറഞ്ഞിരിക്കുന്നത് അതല്ലേ പ്രാധാന്യം. കണ്ടവനൊന്ന് മാറി നിൽക്കെ, കേട്ടവനൊന്ന് പറയട്ടെ എന്ന് പറയുന്ന പോലല്ലേ ഉള്ളൂ. ഈ ഡിനോമിനേഷനൊക്കെയും വേദപുസ്തകത്തിൽ ഇല്ലാത്തതുണ്ടെന്ന് വരുത്തി അവരുടെ പ്രാക്ടീസ് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നത്. അതാര് ചെയ്താലും ശരിയല്ല. ഞാൻ അതാ പറഞ്ഞത്. ആന്റിയോക്കിനും പ്രാധാന്യമില്ല, റോമിനും പ്രാധാന്യമില്ല. എന്തെങ്കിലും പ്രാധാന്യം വേണമെങ്കിൽ യെരുശലേമായിരുന്നു. പക്ഷെ യെരുശലേമിൽ ഇന്ന് അങ്ങനത്തെ പ്രാധാന്യമോ സിംഹാസനമോ ആരും ക്ലെയിം ചെയ്യുന്നുമില്ല. അപ്പോസ്തലന്മാരാൽ സ്ഥാപിച്ച സഭ അതാ. പക്ഷേ അതിന് വിലയൊന്നുമില്ല. അതുപോലെ നമ്മുടെ നാടുകളിലും പല സ്ഥലങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് അതൊന്നും കഴമ്പുള്ള സംഗതികളല്ല. അതിനൊന്നും വലിയ പ്രാധാന്യവുമില്ല. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ടാണ് അന്ത്യോക്യയിലെ സഭയോടെ ബർന്നബാസ് പറഞ്ഞത്. അപ്പൊ ക്രിസ്തുവിന്റെ ദൂതാണ്
നമുക്ക് പ്രാധാന്യമുള്ളത്. ഈ ക്രിസ്തുവാണ് സഭയെ കറക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, 7 സഭ എന്ന് വെച്ചാൽ ഒരു ഒരു പൂർണ്ണതയുടെ ഒരു ഭാഗമായി 7 സഭ എടുത്തു എന്ന് പറയുന്നതിൽ തെറ്റില്ല. 7 എണ്ണം പൂർണ്ണതയെ കാണിക്കുന്നത് പോലെ വേദപുസ്തകത്തിൽ ഒരുപാട് കാര്യം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സഭയോടുള്ള ദൂതാണ് 7 സഭ. അവിടുത്തെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് കറക്റ്റ് ചെയ്യുവാൻ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും കർത്താവ് പറയുമ്പോൾ അതിന്റെ അർത്ഥം കർത്താവാണ് കറക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കുഴപ്പം ഇന്നതാണ്, ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് ജീവകിരീടം ലഭിക്കും, ഇന്നത് ചെയ്താൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കും, വിജയികളായിരിക്കും എന്ന് യേശു തമ്പുരാൻ അവിടെ എല്ലാം നിങ്ങൾ വായിച്ചു നോക്ക്. ഞാനത് വായിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ കറക്ഷൻ ചെയ്യുന്നത് കർത്താവാണ്, അല്ലാതെ മനുഷ്യന്റെ അഭിപ്രായത്തിലല്ല നമ്മുടെ ജീവിതത്തിലെ തകരാറുകളെ കറക്റ്റ് ചെയ്യേണ്ടത്. ദൈവസ്നേഹത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഏത് കഷ്ടത്തിലും നിലനിൽക്കുന്നതിനുള്ള ഉത്സാഹവും എല്ലാ വചനത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫിലദൽഫിയ സഭയോടും എല്ലാം കർത്താവ് നല്ല കാര്യങ്ങൾ നല്ലതായിട്ടും തീയതായിട്ടും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഭയെ കറക്റ്റ് ചെയ്യുന്നത് കർത്താവും കർത്താവിന്റെ വചനവുമാണ്. നാം വായിച്ച വാക്യം മറന്നുപോകരുത്. പൗലോസ് പറയാണ്, ജീവനുള്ള ദൈവത്തിന്റെ സഭയായ അതിനെ എങ്ങനെ നടത്തണമെന്ന് നീ അറിയേണ്ടതിന് ഞാനിത് എഴുതുന്നു. അപ്പോൾ ദൈവവചനം സഭ നടക്കേണ്ടുന്ന രീതി എങ്ങനെയാണെന്ന് താൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് തിമോത്തിയോസിനോട് പറയുന്നത്, ഈ വചനം മുഖാന്തരമാണ് ഒരു ദൈവമനുഷ്യൻ ദൈവസന്നിധാനത്തിൽ തികഞ്ഞവനായിത്തീരുന്നത്. അതെങ്ങനെയാ? അത് ഓരോ മനുഷ്യനെയും ശാസിക്കുവാനും ഉപദേശിക്കുവാനും തെറ്റുതിരുത്തുവാനും അതാണ് പ്രാപ്തിയുള്ളത്. പഴയ നിയമത്തിലും അത് ഇഷ്ടം പോലെ കാണുന്നുണ്ട്. എങ്ങനെ ഞാൻ പാപം ചെയ്യാതിരിക്കും? നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് കൊണ്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിക്കാൻ പറഞ്ഞാൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിനെ വളരും തോറും ദൈവവചനം പറഞ്ഞു കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ദൈവവചനമാണ് അവരുടെ ആരാ? കർത്താവാണ്, അല്ലാതെ വേറെ ആരുമല്ല. നമ്മുടെ അതോറിറ്റി ആരാണ്? കർത്താവാണ്. കർത്താവ് എന്താ പറഞ്ഞത്? സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ടു പോകുകയും. ശിഷ്യന്മാരോട് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അധികാരമുണ്ടെങ്കിൽ അത് യേശുവിന്റെ അധികാരമാണ്, അല്ലാതെ നമുക്ക് സ്വയമായി യാതൊരു അധികാരവുമില്ല. നാമേ പ്രവാചകനായാലും അപ്പോസ്തലനായാലും പിന്നെ ഇവാഞ്ചലിസ്റ്റ് ആയാലും ഉപദേശിയായാലും ടീച്ചറായാലും നമ്മുടെയൊക്കെ അധികാരം കർത്താവിൽ നിന്നുള്ള അധികാരമാണ്. യേശുവിനെ കൂടാതെ സഭയിൽ യാതൊരു കാര്യവും ഇല്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തെ ചിത്രീകരിക്കുന്നെന്ന് വേദപണ്ഡിതന്മാർ പറയുന്ന ലവോദിക്ക സഭയിൽ കർത്താവില്ലാതെ വെളിയിലായേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഇപ്പോഴും പ്രവേശനത്തിനടുത്താണ് കർത്താവ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും ക്ലെയിം ചെയ്യുവാനുണ്ടെങ്കിൽ അത് കർത്താവാണ്, അല്ലാതെ കർത്താവിനെ കൂടാതെ നമുക്കൊന്നും കഴിയുകയില്ല. നമ്മുടെ മധ്യസ്ഥൻ കർത്താവാണ്, ഏക മധ്യസ്ഥൻ, അല്ലാതെ വേറെ ഒരു മധ്യസ്ഥനുമില്ല എന്ന് ബൈബിൾ പറയുന്നു. മനുഷ്യരുടെ ഇടയിലും ദൈവത്തിന്റെ ഇടയിലും നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് വാദിക്കുവാൻ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവാണ്, അല്ലേ? അപ്പോൾ നാം ഒരു കാര്യം ഓർക്കണം, അതേ കർത്താവാണ് ന്യായാധിപനായി വരുവാൻ പോകുന്നത്. അതേ കർത്താവ് വരുന്നുടനെ ജാതികളെ ന്യായം വിധിക്കും, അത് പറഞ്ഞിട്ടുണ്ട്. ചെമ്മരിയാടിനെയും കുഞ്ഞാടിനെയും വേർതിരിക്കും,
അവരവരുടെ പ്രവൃത്തി അനുസരിച്ച് അവിടെ കൊടുക്കും. അതുകൂടാതെ ടാലന്റ് വിവേചിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെയും കർത്താവാണ് ന്യായം വിധിക്കുന്നത്. അവിടെ ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒന്നുമില്ലാത്തവനായി ദാരിദ്ര്യമുള്ളവനായി കിടന്നപ്പോൾ നിങ്ങൾ എന്നെ സഹായിച്ച ഉപമയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം കർത്താവ് തന്നെ ചെയ്യുന്നതായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യായാധിപൻ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ സകല ന്യായവിധിയും പുത്രന് നൽകിയിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന് 31-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കേണ്ടതിന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ന്യായവിധി മുഴുവൻ പുത്രന് കൊടുത്തിരിക്കുകയാണ്. അവസാനത്തെ ന്യായവിധി നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടി വരുമെന്ന് പൗലോസ് സഭയോടും എടുത്തു പറയും. അപ്പോൾ ലോകത്തിനുള്ള ന്യായവിധിയും നമുക്കുള്ള ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കർത്താവിൽ കൂടെ തന്നെയാണ്. അതെന്തിനു വേണ്ടിയാണ്? പ്രതിഫലത്തിനാണെങ്കിലും എന്താണെന്ന് കർത്താവ് നമ്മളോട് അന്ന് പറയും. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവരാജ്യത്തിന്റെ ആത്മീയ അനുഗ്രഹം നാം പ്രാപിക്കുവാൻ ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിതം ചെയ്താൽ മാത്രമേ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലഭിച്ചത് വരും, കുറെയൊക്കെ നമുക്ക് ലഭിച്ചെന്ന് വരാം. അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള ദൈവമക്കളോട് പറയുകയാണ്, ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്തല്ല, ഈ ലോകത്തിലെ തീനും കുടിയും ഒന്നുമല്ല. പിന്നെ അത് ഒരു വ്യത്യസ്തമായ അനുഭവമാണെന്ന് 14-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ റോമാലയത്തിൽ പറഞ്ഞു. ദൈവരാജ്യം നമ്മൾ ഈ ലോകത്തിൽ ഭക്ഷണവും പാനീയവും ഒക്കെയാണ് വലിയ സന്തോഷം നൽകുന്നത്. അതല്ല, ഈ ലോകത്തിന്റെ സന്തോഷമല്ല എന്നാണ് അതിന്റെ ചുരുക്കമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഭക്ഷണവും പാനീയവും നമ്മുടെ സന്തോഷത്തിന്റെയും വലിയ പാർട്ടിയുടെയും ഒക്കെ ഏറ്റവും നിധാനമായ കാര്യമാണല്ലോ. അതല്ല, പിന്നെന്താ? ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയാണ് എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തി, അത്രയേ ഉള്ളൂ. നീതി എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തി. അത് എവിടെ കാണാം? അത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3 തുടങ്ങി 7-ാം അധ്യായത്തിന്റെ അവസാനം വരെ കർത്താവ് പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ മനോഭാവം, എങ്ങനെയായിരിക്കണം മറ്റുള്ളവരോടുള്ള ഇടപാട്, എങ്ങനെയായിരിക്കണം കുടുംബജീവിതം, എങ്ങനെയായിരിക്കണം ലോകത്തിലുള്ളവരോട്, എങ്ങനെയായിരിക്കും ശത്രുവിനോട്, എങ്ങനെയായിരിക്കണം നമ്മുടെ സംസാരം, വാക്കു പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, നാം മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, എല്ലാ കാര്യവും വളരെ വ്യക്തമായി പറഞ്ഞു. എന്നിട്ട് ആരാണ് പ്രാധാന്യമുള്ളവൻ, ഹൃദയശുദ്ധിയുള്ളവൻ, അവൻ ദൈവത്തെ കാണും. ആര് ദൈവരാജ്യം പ്രാപിക്കും? താഴ്മയുള്ളവൻ, അവരാണ് ദൈവരാജ്യം പ്രാപിക്കുന്നത് എന്ന് കൂടെ കൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി കർത്താവ് പഠിപ്പിച്ചത്, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പറയാണ്, നാളെ ദൈവരാജ്യത്തിൽ ചെറിയവരും വലിയവരും ഒക്കെ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ഈ വചനത്തിൽ നിന്ന് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നവൻ ചെറിയവനാകും, ഇത് ശരിക്ക് ചെയ്യുന്നവൻ വലിയവനാകും. അപ്പോൾ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുമെന്ന് പറയുമ്പോൾ എന്താ കർത്താവ് ചെയ്യുന്നതെന്ന്? അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കേണ്ടതിന് വരുന്നു എന്ന് വെളിപ്പാടുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയോട് ജീവിച്ചില്ലെങ്കിൽ പലപ്പോഴും കർത്താവിന്റെ മുൻപിൽ ലജ്ജിക്കേണ്ട വരുന്ന അവസ്ഥ വരും. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന, അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നാം ലജ്ജിതരാകാതിരിക്കുക. അപ്പോൾ നമുക്ക് കർത്താവ് പറഞ്ഞത് വലിയ പ്രാധാന്യമൊന്നുമില്ലെന്ന്. ഒരു കാരണം, യേശു പറഞ്ഞു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത്. നമ്മുടെ തലയിൽ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടോ? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നല്ലതെന്ന്. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് വീണ്ടും പറയുന്നവരല്ലേ. എന്തെങ്കിലും കൊടുത്താൽ പിന്നെ ഞാൻ കൊടുത്തിട്ടാണ്, ഞാൻ കൊടുത്തില്ലായിരുന്നേ കാണാമായിരുന്നു, ഞാൻ ഇത്രയും കൊടുത്തു. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
അവിടെ കൊടുക്കുന്നത് നമ്മുടെ ഒരു ഭാഗ്യാവസ്ഥ, അതിനുള്ളൊരു സൗകര്യം ദൈവം ഒരുക്കി. അതിന് നമ്മളെ കർത്താവ് ഉപയോഗിച്ചു. ആ ചിന്തയാണ് നമുക്ക് വേണ്ടുന്നത്, അല്ലാതെ ഗമയെടുക്കുന്ന ചിന്തയല്ല. അതാരുടെ ഒരു സ്വഭാവം? അത് പരീക്ഷന്റെ സ്വഭാവമാണ്. ഞാൻ ഉപസിച്ചു, ഞാൻ കൊടുത്തു, ഞാൻ പള്ളി പോകുന്നു, ഞാൻ ഇന്ന് ചെയ്തു എന്നുള്ളത് പരീക്ഷന്റെ സ്വഭാവമായിട്ടാണ് കർത്താവ് ചിത്രീകരിച്ചത്. കർത്താവ് ആരെയെങ്കിലും ഘട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ കപടഭക്തിയുള്ള പരീക്ഷന്മാരെയാണ്, എല്ലാ പരീക്ഷന്മാരെയല്ല, കപടഭക്തിയുള്ള പരീക്ഷന്മാരെ. നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് സൗകര്യാർത്ഥമല്ല, കർത്താവ് പഠിപ്പിച്ചതാണ്. അതെങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുവാങ്ങൽ, ദൈവത്തോടുള്ള സ്നേഹം, നാം കർത്താവിനെ സാക്ഷീകരിക്കുന്നത്, ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇതൊക്കെ പലപ്പോഴും നാം പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനതിനെ വ്യക്തമായി എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ദൈവരാജ്യത്തിന്റെ സന്തോഷം, നീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയത്തില്ല. പ്രവൃത്തി, നല്ല പ്രവൃത്തി എന്നേ ഉള്ളൂ. നീതി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, ഏതാണ്ട് വലിയ കാര്യമാണെന്നാണ് ചിന്തിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി, അതാണ് നീതി. ഇവൻ നല്ല പ്രവൃത്തി ചെയ്തു എന്നുള്ളവനാണ് നീതിമാൻ. അല്ലാതെ ഏതാണ്ട് ഘനം കൂടിയ സംഗതിയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. നമ്മുടെ അനുദിന ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കുന്നത്, അത് കർത്താവ് എന്താ പറഞ്ഞ്, നിങ്ങളുടെ നീതി പ്രവൃത്തി ന്യായശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും കടന്നു പോകണം, ഒരേക്കാൾ നല്ലവരായിരിക്കണമെന്ന് അർത്ഥം. അവര് ഭയങ്കര സൂക്ഷ്മതയുള്ളവരായിരുന്നു. കൈ സാവത് നീട്ടരുത്, കാളെ അഴിച്ചുവിടരുത്, സൗഖ്യമാക്കരുത്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ അതൊക്കെ അവരുടെ മഹത്വത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്, അല്ലാതെ ദൈവരാജ്യത്തിന്റെയോ ദൈവനാമത്തിനോ അല്ല. നല്ലത് പ്രസംഗിച്ച കർത്താവിനെ, നന്മ ചെയ്തവനെ ക്രൂശിക്കുന്ന സ്വഭാവമായിരുന്നു അവരുടേത്. ഒരു നന്മയിൽ കണ്ട് സന്തോഷിച്ചില്ല. അവരുടെ മതവും അവരുടെ പാർട്ടിയും അവരുടെ സ്ഥാനവും നിലനിർത്താൻ വേണ്ടിയാണ് അവർ ചെയ്തത്. യേശു നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ നീതി, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ ന്യായശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും കവിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രമാത്രം നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം വരുത്തണം, നമ്മുടെ പ്രവൃത്തിക്ക് മാറ്റം വരുത്തണം, നമ്മുടെ വാക്കുകൾക്ക് മാറ്റം വരുത്തണം. എന്താ, നാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കണം. അതാണ് കർത്താവ് ആകപ്പാടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചത് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കണം. അടുത്തതെന്താ? നീതിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടല്ലോ, ഞാൻ പറയുന്നില്ല. അടുത്തത് പറയുന്നത് സമാധാനം. എന്താ, ആർക്കാ സമാധാനം? സമാധാനം ക്രിസ്തുവിനുള്ളവന്. ക്രിസ്തു സമാധാനം തന്നു. കർത്താവിൽ വിശ്വസിച്ച് എല്ലാം അവനിൽ ഏൽക്കുന്നവന് ദൈവസമാധാനം കൊണ്ട് നിറയും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവന് സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. അവരാണ് ഭാഗ്യവാന്മാർ. അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. അല്ലെ? ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അടുത്തത് എന്താ? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അത് ഫലമുണ്ടായാൽ മാത്രമേ സന്തോഷമുള്ളൂ എന്ന് നമുക്കറിയാം. കാരണം പരിശുദ്ധാത്മാവിൽ ആദ്യം സ്നേഹം, പിന്നെ സന്തോഷമാണ് പറയുന്നത്. അത് എന്നും സന്തോഷം ഉണ്ടാക്കണം, സമാധാനം ഉണ്ടാക്കണം. അത് പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ ലോകത്തിൽ, ദുഷ്ടലോകത്തിൽ, നീതിയില്ലാത്തടത്ത്, ന്യായമില്ലാത്തടത്ത്, നേരില്ലാത്തടത്ത് നമുക്ക് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. ഞാനൊരു വാക്കുകൾ ചുരുക്കട്ടെ, സമയമാകുന്നത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കൊരു കാര്യം പറയണം. ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട്. അതനുഭവിക്കുവാൻ സഭയിൽ കർത്താവ് പഠിപ്പിച്ച് കർത്താവ് കേന്ദ്രീകൃതമായ ജീവിതശൈലി നമുക്കുണ്ടായാൽ മാത്രമേ അത് കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവാണോ, യേശുവാണോ കർത്താവ്? കർത്താവിലാണോ നമ്മുടെ കേന്ദ്രം?
പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് ഏത് വിധേനയും അവനെ പ്രസാദിപ്പിക്കണമെന്നേ. അപ്പോൾ ഒരു വാക്യം കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ നിർത്താം. ഞാൻ ആരെ ഇന്നും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നു, അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ഗലാത്യലേഖനം 1:10. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല. വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഞാൻ ആരെ പ്രസാദിപ്പിക്കുന്നു, ദൈവത്തെയോ മനുഷ്യനെ? ചോദ്യം. ഇന്നും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നു. ഇന്നലെയൊക്കെ പ്രസാദിപ്പിച്ചു. എന്നിട്ട് ചോദിക്കുക, ഇന്നും ഇപ്പോഴും ഈ 80-ാം വയസ്സിലും 70-ാം വയസ്സിലും 60-ാം വയസ്സിലും രക്ഷിക്കപ്പെട്ടിട്ട് 15 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല. അത് നമ്മൾ ഓരോരുത്തരും ചോദിക്കണം. പൗലോസ് പറഞ്ഞ വാക്യം. അതുകൊണ്ട് നമുക്കും അതെന്ത് ചെയ്യാം? നമ്മുടെ കർത്താവ് നമ്മെ കറക്റ്റ് ചെയ്യും. കർത്താവാണ് നമ്മെ ന്യായസ്ഥാനത്തിലേക്ക് നയിക്കുന്നത്. ഇന്ന് കർത്താവ് നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോൾ നാം അത് അംഗീകരിച്ചാൽ നമുക്കെന്തോ പറയാൻ കഴിയും? വിജയിക്കുന്നവന് ഞാൻ ജീവകിരീടം നൽകുമെന്ന് കൂടെ പറഞ്ഞ കർത്താവ് വിജയിക്കുന്നവനെ നോക്കിയാണ് വരുന്നത്. വിജയാളികളെ കാണാനായിട്ടാണ് കർത്താവ് വരുന്നത്, പരാജിതനെയല്ല, വിജയാളികളെ. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് സഭയുടെ യഥാർത്ഥ അനുഗ്രഹം. അവിടെയാണ് ദൈവരാജ്യത്തിന്റെ ആത്മീയ അനുഭവം നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നത്. അത് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം കർത്താവിന്റെ മഹത്വത്തിനും ദൈവത്തെ പ്രസാദിപ്പിച്ചും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കാൻ എങ്ങനെ കഴിയുമെന്ന് വേദപുസ്തകം വ്യക്തമാക്കി നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് ഏറ്റെടുക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. പഠിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, പഠിച്ചിട്ടൊന്നും ശരിയാകാത്ത ഒരു കൂട്ടം ജനങ്ങളെ കുറിച്ച് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ നാം പെടാതെ പഠിച്ചത് ജീവിതത്തിൽ പ്രായോഗത്തിൽ വരുവാൻ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാ കർത്താവ് പറഞ്ഞു. എന്റെ വചനം കേട്ടത് പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ളവൻ. അത് 3 ഉപദേശമല്ല. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം എന്നൊക്കെ പറയുന്നത് മാത്രമല്ല, ഞാൻ പഠിപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ ഉപദേശിച്ചും കൊണ്ട് അവരെ ശിഷ്യരാക്കിക്കൊള്ളുകയും. എല്ലാ ഭാഗവും നമുക്ക് പ്രാധാന്യമാണ്. എന്നാൽ നാം ബലഹീനരാണ്. നമുക്ക് തെറ്റുപറ്റിയാൽ തിരുത്തുന്ന ഒരു കർത്താവിന്റെ അടുക്കൽ കടന്നുചെന്ന് കരുണയോടെ നമ്മെ വീക്ഷിക്കുന്നവന്റെ അടുക്കൽ ചെന്ന് നമുക്ക് തെറ്റുതിരുത്തി നമുക്ക് ജീവിതത്തെ ക്രമീകരിക്കുവാൻ കർത്താവിടെ ആക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ ഓമനപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങളത് ഗ്രഹിച്ച് മനസ്സിലാക്കി അത് ഞങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്ന് തിരുമേനിക്കും മഹത്വവും മറ്റുള്ളവർക്ക് അനുഗ്രഹവുമായ ഒരു ജീവിതം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇത് പകൽക്കാലം അടിയനെ കേട്ട പ്രിയപ്പെട്ടവരാരാണെന്നൊന്നും അടിയൻ അറിഞ്ഞുകൂടാ. നീ അവരെ അറിയുന്നുണ്ട്, നീ അവരുടെ അടിയിലുണ്ട്. കേട്ട് മറക്കുന്നവരായിട്ടല്ല, ഒരിക്കലും ഒഴുകിപ്പോകുന്നവരായിട്ടുമല്ല, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ, നല്ല ഹൃദയത്തിൽ വീണ വിത്തുപോലെ 30, 60, 100 മേനി വളയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരും എങ്ങും എത്തിയിട്ടില്ല. അടിയനോടും ക്ഷമിക്കണമേ. അടിയനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും കടാക്ഷിക്കണമേ. ഞങ്ങൾ കർത്താവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടത്, നല്ലവനും വിശ്വസ്തനും എന്നുള്ള വാക്ക് കേൾക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. പരിശുദ്ധാത്മാവും ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾക്ക് അതിനുള്ള കമ്മിറ്റ്മെന്റും അതിനുള്ളതായ താല്പര്യവും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ രോഗികളായിട്ട് ക്ഷീണിതരായിട്ടുള്ളവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭൗതികമായി, ആത്മീയമായി, ശാരീരികമായി ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഭാരപ്പെടുന്നു, അവരെയൊക്കെയും ശക്തീകരിച്ചാട്ട്. രോഗികളായി ആശുപത്രിയിൽ പോകുന്നവരുണ്ട് കർത്താവേ, പല രോഗങ്ങളിൽ ഭാരപ്പെട്ട് സൗഖ്യമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നിലുള്ള സന്തോഷത്തിൽ, നിന്നിലുള്ള പ്രത്യാശയിൽ ജീവിപ്പാൻ കൃപ തരണമേ. ഞങ്ങളെ മറ്റുമായി അങ്ങയുടെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളെയൊക്കെയും അനുഗ്രഹിച്ചാലും അതിനെ കേട്ട എല്ലാവരെയും ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവിന്റെ വരവിൽ മുൻപന്തിയായി നിൽക്കുവാൻ എല്ലാവരെയും പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചാലും ഈ ദിവസം ജീവിപ്പാനുള്ള കൃപ തന്നാലും ദുഷ്ടൻ നിങ്ങളെ തോൽപ്പിക്കരുത്. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നാമത്തെ മൗസീകരിച്ചാലും പ്രാർത്ഥന കേട്ടാലും യേശു ക്രിസ്തുവിന് വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതം ക്രിസ്തുവിന് മഹത്വവും ക്രിസ്തു കേന്ദ്രീകൃതമായി ക്രിസ്തുവിന്റെ വചനം നമ്മൾ നിറവേറുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.